ഡോക്ടർ, എൻ്റെ കുഞ്ഞിന് ADHD ഉണ്ടോ? ഈ വരുന്ന കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പേരൻസിനും വളരെ വളരെ കോമൺ ആയി തോന്നുന്നൊരു സംശയമാണ്, എൻ്റെ കുട്ടിക്ക് എങ്ങനെ ADHD ഉണ്ടോ എന്നുള്ളൊരു സംശയം. സോ അവർ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടി എവിടെ ഇരിക്കാറില്ല, ഓടി നടക്കുവാണ്, ഒരു മോട്ടർ ഇട്ട് കണക്ക് ഓടുവാണ്, എവിടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് സംശയങ്ങളും പെട്ടെന്ന് ഇമോഷൻ ഔട്ട്ബേസ്റ്റ് എല്ലാം വരുന്നു. സോ എൻ്റെ കുട്ടിക്ക് ADHD ഉണ്ടോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ADHD എന്ന് വെച്ചാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ്. സോ ഇത് ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ കുട്ടികൾക്ക് അറ്റൻഷൻ സ്പാൻ കുറവായിരിക്കും, അതുപോലെ വല്ലാത്ത വിരിവിരിപ്പായിരിക്കും, ഒരിടത്ത് ഇരിക്കില്ല, എപ്പോഴും ഓടി നടക്കും, പിന്നെ അതുപോലെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബേസിക്കലി അവർ വളരെ ആക്റ്റീവാണ്. അവർ ഭയങ്കരമായിട്ട് ഓടും, ചാടും, എല്ലായിടത്തും വലിഞ്ഞു കയറും. ഇത് ഒരു നോർമൽ ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ ADHD ഉണ്ടെങ്കിൽ കുട്ടിയുടെ സോഷ്യൽ ലൈഫ്, അക്കാഡമിക് ലൈഫ്, അതുപോലെയുള്ള സിറ്റുവേഷൻസിലെല്ലാം കുഞ്ഞ് അഫക്റ്റഡ് ആകുന്നു. അതുപോലെ തന്നെ കുഞ്ഞിന് 2ൽ കൂടുതൽ സിറ്റുവേഷൻസ്, അതായത് വീട്ടിലും സ്കൂളിലും ഇതുപോലെയുള്ള സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യും. നോർമലായിട്ട് ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ചെയ്യണമെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും, അവർക്ക് ഇമോഷൻസ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ ബിഹേവിയേഴ്സ് എല്ലാം റെഗുലേറ്റഡ് ആയിരിക്കും. പക്ഷേ ADHD ഉള്ള കുട്ടികൾക്ക് ഈ ഇമോഷൻസും ഇതുപോലുള്ള ബിഹേവിയേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്കെല്ലാം ADHD ഉണ്ടെന്നല്ല, ഇതുപോലെയുള്ള ഫീച്ചേഴ്സ് ഒരുപാടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഹൈപ്പർ ആക്ടിവിറ്റി, അതുപോലെ ഇമ്പൾസിവിറ്റി ഉള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പീഡിയാട്രീഷ്യനെയോ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെ കണ്ട് കുഞ്ഞിനെ അസസ് ചെയ്യണം. ലേബൽ ചെയ്യുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കുട്ടിയുടെ പെർഫോമൻസും കുട്ടിയുടെ ഡെയിലി ആക്ടിവിറ്റീസും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഏർലി അസസ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.